ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന RCCB ട്രിപ്പിംഗ് എങ്ങനെ പരിഹരിക്കൂ എന്നതാണ്. IR ടെസ്റ്റർ ഇല്ലാതെ ഇതെങ്ങനെ ഈസിയായി സോൾവ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നതിന് മുമ്പ് RCCB, MCB എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്വിച്ചുകളും എല്ലാം ഓഫാണ്. ഇനി കണ്ടിന്യൂറ്റി ടെസ്റ്ററിൻ്റെ ഒരു പോൾ എർത്ത് ബാറിലും മറ്റേ പോൾ ന്യൂട്രലിലെങ്കിലും കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എർത്തും ന്യൂട്രലും തമ്മിൽ എവിടെയോ ഗ്രൗണ്ടാണ്. ഇനി അത് നമുക്കെവിടെയാണെന്ന് നോക്കാം. ഇനി ന്യൂട്രൽ ബാറിൽ നിന്നും എല്ലാ ന്യൂട്രലുകളും അഴിച്ചുവിട്ട ശേഷം ഓരോ ന്യൂട്രലും എർത്ത് ബാറുമായി കണക്ട് ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ ഈ ബ്ലാക്ക് വയറുമായിട്ട് എർത്ത് ഗ്രൗണ്ട് ആവുന്നതായി കാണാം. എന്ന് വെച്ചാൽ ഈ ന്യൂട്രൽ വയറാണ് ഈ ട്രിപ്പിങ്ങിന് കാരണം ആയിക്കൊണ്ട് ഇരുന്നത്. ഇനി ഈ ന്യൂട്രൽ വയർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. അങ്ങനെ നോക്കി വരുന്ന സമയത്ത് ഈ മോട്ടോറിൽ കൊടുത്തിരുന്ന മെയിൻ വയറിലെ നിന്നാണ് ന്യൂട്രൽ എർത്ത് ആയി ഗ്രൗണ്ട് ആയിക്കൊണ്ടിരുന്നത്. ഈ മോട്ടോർ ഏകദേശം 7 വർഷത്തോളം പഴക്കമുള്ള ഒരു മോട്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ വന്ന ഗ്രൗണ്ടിങ് ആണ് ഇപ്പോൾ കണ്ടത്. ഈ മോട്ടോർ ഇനി മാറ്റുകയേ നിവൃത്തിയുള്ളൂ. കാരണം ഇതെങ്ങനെയോ ഗ്രൗണ്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ട്രിപ്പിംഗ് ഇഷ്യൂസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ചില കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നല്ല രീതിയിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് IR ടെസ്റ്റർ തന്നെ ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. ഇനി നമുക്ക് മറ്റേ മോട്ടറിൻ്റെ കണക്ഷനൊക്കെ ഊരി വിട്ടതിന് ശേഷം വീണ്ടും കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കംപ്ലൈൻ്റ് ആയിരുന്ന ന്യൂട്രലിൻ്റെയും ഗ്രൗണ്ടിങ് മാറിയിട്ടുണ്ട്. ഇനി DB ഒക്കെ ഓണാക്കി ട്രിപ്പിംഗ് പ്രോബ്ലം പരിഹരിച്ചു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് നന്ദി.